ബംഗ്ലാവ് വിൽക്കാനുണ്ട്. ഭാഗം 15. എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ഫാദർ ആൻഡ്രൂസ് ചുറ്റും നോക്കി. നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ അവിടെ എവിടെയായി ഉയർന്നു നിൽക്കുന്ന കല്ലറകൾ, അവയിൽ അവ്യക്തമായി കാണുന്ന അക്ഷരങ്ങൾ, മരണമടഞ്ഞ ആളിന്റെ പേര്, ജനനം, മരണം, പിന്നെ റെസ്റ്റ് ഇൻ പീസ് എന്ന വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ. ആകാശത്തു കൂടി അരിച്ചരിച്ചു നീങ്ങുന്ന മേഘവാളികളുടെ ചലനത്തിനൊത്ത് കല്ലറകൾ അനങ്ങുന്നതായി തോന്നും. കൈക്കാരൻ നാലു ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. നിയമപരമായി തങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്ന് അച്ഛന് അറിയാം. എങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാതിരുന്നാൽ ശരിയാവുകയില്ലെന്നുള്ള ബോധ്യം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് മുതിർന്നത്. ആരോ ഇത് ഇളക്കിയിട്ടുണ്ടെന്ന് തീർച്ചയാണ്, അച്ഛൻ വളരെ പതുക്കെ പറഞ്ഞു. അതുകൂടി ആയപ്പോൾ തുറക്കണമെന്നുള്ള ചിന്ത 3 പേരിലും വർദ്ധിച്ചു വന്നു. പൊറിഞ്ചു തന്റെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് പാര കൊണ്ട് കല്ലറയുടെ സ്ലാബിന്റെ അരികിലുള്ള സിമന്റ് പൊടികൾ നീക്കി. അതിനുശേഷം പാര അതിന്റെ ഉള്ളിലേക്ക് കടത്തി പതുക്കെ തിക്കി. ചുറ്റും നോക്കിയ ശേഷം അയാൾ ഒരു കല്ലറയുടെ ഇളകിയ കല്ല് എടുത്തുകൊണ്ടുവന്ന് പാരയുടെ അടിയിൽ വെച്ച് പാരയുടെ മറ്റേ അറ്റം താഴ്ത്തി. കോൺക്രീറ്റ് സ്ലാബ് പൊന്തി വന്നു. അപ്പോൾ അച്ഛനും പാലവും കൂടി സ്ലാബിന്റെ രണ്ടറ്റവും പിടിച്ച് ഉയർത്തി മറിച്ചു. കല്ലറ തുറന്നു. അച്ഛൻ കല്ലറക്കുള്ളിലേക്ക് ടോർച്ച് തെളിച്ചു. പെട്ടി അടഞ്ഞു കിടക്കുന്നു. പാലു, താഴേക്ക് കുനിഞ്ഞ് ആ മോടി ഒന്നുയർത്തു. ഏതായാലും തുറന്നു പോയില്ലേ? അച്ഛൻ സംശയത്തോടെ പറഞ്ഞു. പാലു പൊറിഞ്ചുവിനെ നിർബന്ധിച്ചു. പൊറിഞ്ചു ഒരു ധൈര്യക്കാരനായിരുന്നു. അവൻ പതുക്കെ കവിഴ്ന്നു കിടന്ന് ശവപ്പെട്ടിയുടെ മൂടി പതുക്കെ ഉയർത്തി ഒരു വശത്തേക്ക് ചാരി വച്ചു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ ആ അത്ഭുത കാഴ്ച കണ്ടു. പ്രൊഫസർ ചാക്കോയുടെ മാറിൽ ഒരു കഠാര താഴ്ത്തിയിരിക്കുന്നു. ഇതൊരു കടുങ്കൈയാണല്ലോ അച്ചോ, പാലു പറഞ്ഞു. അച്ഛൻ അല്പസമയം ആലോചിച്ചു നിന്നു. അതിനുശേഷം പറഞ്ഞു, ആ പെട്ടി മൂടിയേക്ക്. പൊറിഞ്ചു പഴയതുപോലെ പെട്ടി മൂടി. ഇനി സ്ലാബ് വലിച്ചിട്, അച്ഛൻ പറഞ്ഞു. അവർ അതുപോലെ ചെയ്തു. 3 പേരും നിശബ്ദരായി ആ ശവക്കോട്ടയിൽ നിന്ന് പുറത്തു കടന്നു. അവർക്ക് ഒന്നും തന്നെ പറയുവാൻ ഉണ്ടായിരുന്നില്ല. എന്താണിതിന് കാരണമെന്ന് അവർക്ക് മനസ്സിലായില്ല. അന്ന് അച്ഛൻ ഉറങ്ങിയതേയില്ല. പിറ്റേന്ന് അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കി തന്റെ സുഹൃത്തായ ഫാദർ ആന്റണിക്ക് അയച്ചു. ഫാദർ ആന്റണി പ്രൊഫസർ ചാക്കോ പഠിപ്പിച്ചിരുന്ന കോളേജിന്റെ അടുത്ത പള്ളിയിലെ വികാരി അച്ഛനാണ്. ഡോക്ടർ ഫർഗൂസനെ കുറിച്ച് കോളേജിൽ അഭിപ്രായം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരു തവണ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ പുസ്തകം വായിക്കേണ്ടതില്ല. അത്രമാത്രം നന്നായി മുന്നിൽ കാണുന്ന മാതിരിയിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഡോക്ടർ ഫർഗൂസൻ തനിച്ച് തന്റെ താമസ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറെ വിദ്യാർത്ഥിനികൾ അവിടെ വന്നു. അവരിൽ 2 പേർ കോളേജിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരും മറ്റു 5 പേർ അടുത്തുള്ള പാരലൽ കോളേജിലെ വിദ്യാർത്ഥിനികളും ആണ്. അതിസുന്ദരികളും മാംസളമായ ശരീരമുള്ളവരുമായ ഈ യുവതികളെ കണ്ടപ്പോൾ പ്രൊഫസറുടെ മനസ്സും ശരീരവും ഒരുപോലെ ഉന്മത്തമായി. എന്താ നിങ്ങളൊക്കെ വന്നത്? ഡോക്ടർ ഫർഗൂസൻ ചോദിച്ചു. ഡോക്ടറെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അവരിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിനിയായ ട്രീസ പറഞ്ഞു. എന്നെ പരീക്ഷിക്കാനോ? അത് കൊള്ളാമല്ലോ. അതെങ്ങനെയാണ്? ഫർഗൂസൻ ചോദിച്ചു. നിങ്ങളെല്ലാം ആ തറയിലോട്ടിരിക്കും, ട്രീസ പറഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ മറ്റു പെൺകുട്ടികൾ തറയിൽ ഇരുന്നു കഴിഞ്ഞു. കസരയിൽ ഇരിക്കുന്ന ഫർഗൂസൻ അവരുടെ മാറിടത്തിലേക്ക് മാറി മാറി നോക്കിയിരുന്നു. അയാൾ തന്റെ നാവ് നുണഞ്ഞു. ആ കണ്ണുകളിൽ ചെന്നായയുടെ കണ്ണുകളുടെ തിളക്കം ഉണ്ടായി. അവരിൽ ഏറ്റവും സുന്ദരി ട്രീസയായിരുന്നു. തുടുത്ത കവിൾത്തടങ്ങളും തടിച്ച ചുണ്ടുകളും തുളുമ്പുന്ന മാറിടവും ഉള്ള പെൺകുട്ടിയുടെ കാൽമുട്ടിന് താഴെ നഗ്നമായിരുന്നു. ആ കാലുകളിൽ ഒരു രോമം പോലും ഉണ്ടായിരുന്നില്ല. വെണ്ണ പോലത്തെ കാലുകൾ ആയിരുന്നു അവ. തറയിൽ ഇരുന്നപ്പോൾ അവളുടെ മാറിടം ബ്ലൗസിന്റെ തുറന്ന കഴുത്തിൽ കൂടി മുകളിലേക്ക് ഉയർന്നു വന്നു. ഫെർഗൂസന്റെ കണ്ണുകൾ അവിടെ പതിയുന്നത് ട്രീസയും കാണുന്നുണ്ടായിരുന്നു. തൊട്ടാൽ പൊട്ടുന്ന ആ യുവതി തന്നെ ശരിക്കും കാണട്ടെ എന്ന് കരുതി അല്പം കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താ പറയൂ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഫെർഗൂസൻ തിരക്കി. ട്രീസ എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം പറഞ്ഞു. കോളേജിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ആൾ സാറാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത്. സാർ യുദ്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെയാണെന്നാണ് ട്രീസ പറഞ്ഞത്. അവരിൽ ഒരുത്തി പറഞ്ഞു. അതൊക്കെ ട്രീസയ്ക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ഒന്നുമില്ല. ഫെർഗൂസൻ ട്രീസയെ നോക്കി ചിരിച്ചു. ഡോക്ടർ ഫെർഗൂസൺ അപ്പോൾ വളരെ ചെറുപ്പമായി തോന്നി. കഷ്ടിച്ച് 30 വയസ്സ് മാത്രമേ അപ്പോൾ അദ്ദേഹത്തിന് മതിക്കുമായിരുന്നുള്ളൂ. അതൊന്നുമല്ല, അക്കാര്യത്തിൽ സാർ ഒരു ഹെറോട്ടോട്ടസ് തന്നെയാണ്, ട്രീസ പറഞ്ഞു. എന്തിനാ ട്രീസയെ വാരുന്നത്? കോളേജിൽ വെച്ച് വാരുന്നത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്ന് തുടങ്ങിയോ? ഫെർഗൂസൺ ട്രീസയെ തന്നെയാണ് ശ്രദ്ധിച്ചത്. ട്രീസ കൂടെ വന്നവരെ നോക്കിയ ശേഷം ഫെർഗൂസന്റെ നേർക്ക് തിരിഞ്ഞു. ഈ 5 പേർക്ക് യൂറോപ്യൻ ഹിസ്റ്ററിയാണ് വിഷയം.
സാർ കുറെ ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു കാര്യം, എല്ലാം വരുന്നതായിരിക്കണം. ട്രീസ പറഞ്ഞു. അതാണോ കാര്യം? ഞാൻ നോക്കാം. എഴുതിയെടുത്തോ. 1. ഫ്രഞ്ച് വിപ്ലവം നിരൂപണ സഹിതം വിവരിക്കുക. 2. 8ാം കുരിശ് യുദ്ധം നടന്നതെങ്ങനെ, കാരണങ്ങൾ. ക്രീറ്റൻ സിവിലൈസേഷൻ. 10 ചോദ്യങ്ങൾ ഡോക്ടർ ഫെർഗൂസൺ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ജയിച്ചാൽ എനിക്കെന്ത് തരും? ഫെർഗൂസൺ ചോദിച്ചു. അതൊക്കെ പരീക്ഷിച്ചറിയട്ടെ. പാരലൽ കോളേജിൽ പഠിക്കുന്ന സുന്ദരി പറഞ്ഞു. പെൺകുട്ടികൾ പോയി കഴിഞ്ഞിട്ട് അല്പസമയത്തിന് ശേഷം സാറാമ്മ വന്നു. ഇവിടെ കുറെ കോളേജ് കുമാരികൾ വന്നല്ലോ, എന്തിനാണ്? സാറാമ്മ ചോദിച്ചു. അവർക്ക് ഞാൻ യൂണിവേഴ്സിറ്റി ചോദ്യക്കടലാസ് ചേർത്ത് കൊടുക്കണമെന്ന്. ഫെർഗൂസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? 10 പറഞ്ഞു. എങ്കിൽ അത് 10 കാണും. എനിക്കറിയാം ഡോക്ടർ പറയുന്നത് ശരിയായിരിക്കുമെന്ന്. നോക്കാമല്ലോ. സാറാമ്മ അന്ന് രാത്രി ഡോക്ടർ ഫെർഗൂസന്റെ താമസ സ്ഥലത്ത് കിടന്നു. ഓരോ ദിവസം കഴിയുന്തോറും സാറാമ്മയ്ക്ക് ശക്തി ഏറി വരുന്നുണ്ടെന്ന് ഫെർഗൂസന് തോന്നി തുടങ്ങി. തലേ ദിവസത്തേക്കാൾ അവൾക്ക് ആസക്തിയും ശരീരബലവും വർദ്ധിച്ചതായി അദ്ദേഹം അറിഞ്ഞു. ഇങ്ങനെ പോയാൽ തന്നേക്കാളും അവൾ ശക്തി പ്രാപിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. തിങ്കളാഴ്ച വൈകുന്നേരം ട്രീസ പാഞ്ഞെത്തി. ഫെർഗൂസന്റെ ഗേറ്റ് കടക്കുമ്പോൾ അവൾ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. എന്താ ട്രീസയ്ക്ക് വലിയ ആനന്ദം? ഫെർഗൂസൺ ചോദിച്ചു. സാർ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും അതേ രീതിയിൽ തന്നെ അക്കമിട്ട് വന്നു. ഇതെങ്ങനെയാണ്? ട്രീസ ചോദിച്ചു. ഫെർഗൂസൺ അവളെ തറപ്പിച്ചു നോക്കി. ഒരു പുഞ്ചിരി അമർത്തി. ഭാഗം 16. ഡോക്ടർ ഫെർഗൂസൺ ട്രീസയെ ആകെയൊന്ന് നോക്കി. 19 വയസ്സ് കഴിഞ്ഞ അവൾ സുന്ദരിയാണ്. വെളുത്ത് മാംസളമായ ശരീരമാണ് അവൾക്കുള്ളത്. വേഷം സാരിയാണ്. ട്രീസയ്ക്ക് പുതിയ വേഷമൊന്നും ഇഷ്ടമല്ലേ? ഫെർഗൂസൺ ചോദിച്ചു. ഇന്ന് ഇവിടെ വരാൻ വേണ്ടി ഞാൻ ഈ വേഷം ധരിച്ചതാണ്. അവൾ പറഞ്ഞു. പക്ഷേ ട്രീസയ്ക്ക് ചേരുന്നത് ചുരിദാർ ആണ്. ഓട്ടെ, ചന്തമുള്ളവർക്ക് ഏത് വേഷവും ചേരും. അയാൾ അവളെ പുകഴ്ത്തി. അത് കേട്ട് അവൾ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. ഡോക്ടർ ഫെർഗൂസൺ പുറത്തിറങ്ങി പരിസരം വീക്ഷിച്ചു. അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. സാധാരണ ആ സമയത്ത് ചുറ്റുവട്ടത്തുള്ള മിക്ക വീടുകളിലും താമസക്കാർ ടൗണിൽ പോകും. ഉദ്ദേശം ഒരു സായാഹ്ന സവാരിയും കൂടെ വീട്ടു സാമാനങ്ങൾ വാങ്ങുകയും ആവും. എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ട്. ഫെർഗൂസൺ ആലോചിച്ചു. താൻ ആ ബംഗ്ലാവിൽ നിന്ന് പോന്നത് വളരെ നന്നായി. അല്ലെങ്കിൽ ഈ ഇളം തരുണികളെ കാണാൻ കഴിയുമോ? അവരുമായി സമ്പർക്കം പുലർത്താൻ കഴിയുമോ? തനിക്ക് ആവശ്യം വികാരശമനവും പുതുരക്തവുമാണ്. മരണമില്ലാത്ത ഒരു രക്തരക്ഷസ് ആണ് താനെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തന്നെ കണ്ടാൽ ആരാണ് അങ്ങനെ പറയുക? കോളേജിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ ചരിത്രം താൻ പഠിപ്പിക്കുന്നത് അവർക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. വാസ്തവത്തിൽ താൻ പഠിപ്പിക്കുകയല്ല, താൻ ജീവിച്ചിരുന്ന കാലത്തെ സംഭവങ്ങൾ അതേ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെന്ന് ആ കുട്ടികൾ അറിയുന്നുണ്ടോ? തുർക്കികളുമായി നടന്നിട്ടുള്ള കുരിശു യുദ്ധങ്ങൾ താൻ പഠിപ്പിക്കുന്നത് അതിൽ പങ്കെടുത്ത ഒരാളുടേത് പോലെയാണെന്ന് അവർ കരുതുന്നു. എന്നാൽ പങ്കെടുത്തത് അവർ അറിഞ്ഞിട്ടില്ല. ഈ പട്ടണം തനിക്ക് പറ്റിയ സ്ഥലമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇനി ചില കാര്യങ്ങളും കൂടി ഇവിടെ ശരിയാക്കാനുണ്ട്. അന്ന് താൻ യൂറോപ്പിലെ ഒരു ചെറിയ നാട്ടുരാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. തനിക്ക് പ്രജകളും പട്ടാളക്കാരും ഉണ്ടായിരുന്നു. താനെന്ന് ആരാധിച്ചിരുന്നത് സാത്താനെയായിരുന്നു. ലൂസിഫർ ആയിരുന്നു തന്റെ ആരാധനമൂർത്തി. ദൈവത്തിനെതിരായ സാത്താന് ദൈവത്തിനുള്ളതുപോലെ ശക്തികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ശക്തി മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. അങ്ങനെ താൻ നൂറ്റാണ്ടുകളോളമായി മരണത്തെ അതിജീവിക്കുന്നു. ഇന്ന് മരണം തനിക്ക് അജ്ഞാതമാണ്. പക്ഷേ തനിക്ക് നിലനിൽക്കണമെങ്കിൽ സാത്താന്റെ അനുഗ്രഹവും സാത്താന് നൽകുവാൻ നരബലിയും വേണം. അത് നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ ആയുസ്സിന് കോട്ടം തട്ടും. സാത്താന് ആവശ്യം ചെറുപ്പക്കാരെയാണ്. ചെറുപ്പക്കാരായ തരുണികൾ. അവരെയാണ് സാത്താന് ബലി കൊടുക്കേണ്ടത്. ഇപ്പോൾ തനിക്ക് നിലനിൽക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ഇവിടെ ധാരാളം പെൺകുട്ടികളുണ്ട്. ഓരോരുത്തരെയായി തന്നിലേക്ക് ആകർഷിക്കുകയും തന്റെ ആവശ്യം കഴിഞ്ഞ് സാത്താന് ബലി കൊടുക്കുകയും വേണം. അതോടെ തന്റെ ആയുസ് വർദ്ധിക്കും. അതേസമയം താൻ വളരെ സൂത്രശാലി ആയിരിക്കുകയും വേണം. ഒരിക്കലും പിടികൊടുക്കുവാൻ പാടില്ല. തന്നെ സംശയിക്കുന്നവരെ മുളയിലെ തന്നെ നുള്ളിക്കളയുകയും വേണം. ട്രീസയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്കെന്താണ് സമ്മാനം തരാൻ പോകുന്നത്? ഫെർഗൂസൺ ചോദിച്ചു. സമ്മാനമല്ല, സ്വന്തമാക്കാനുള്ള അവകാശം, അവൾ പറഞ്ഞു. റോളിംഗ് ട്രോഫിയോ മറ്റോ ആണോ? ഫെർഗൂസൺ ചോദിച്ചു. ആയിരിക്കണമല്ലോ, അല്ലാതെ സാറിന്റെ ആവാൻ എനിക്ക് പറ്റുമോ? എന്റെ പ്രായം കൊണ്ടാണോ?
ഫെർഗൂസൺ അവളുടെ അടുത്ത് ചെന്ന് ചുമലിൽ പിടിച്ച് തന്നോട് ചേർത്ത് ഇറുകെ പുണർന്നു. അയ്യോ, എന്റെ അസ്ഥികൾ പൊടിയുന്നു. ട്രീസ പരിഭവ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ ഞാൻ പൊടിക്കുന്നില്ല. അയാൾ അവളെ എടുത്തു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അതിനുശേഷം അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റി. അവൾ എതിർപ്പ് പ്രകടിപ്പിക്കാതെ അനുഭാവപൂർവ്വം കിടന്നു. അപ്പോൾ അവളുടെ ദൃഷ്ടിയിൽ അയാൾ ഒരു യുവാവാണെന്ന് തോന്നി. അയാളുടെ മുന്നിൽ അവൾ നഗ്നയായി കിടന്നു. അവൾക്ക് ലജ്ജ തോന്നിയതേയില്ല. ഡോക്ടർ ഫെർഗൂസൺ തന്റെ കോട്ട് ഊരിയെടുത്ത് ബ്രാക്കറ്റിൽ തൂക്കി. അതിനുശേഷം ചുമരലമാരയിൽ നിന്ന് ഒരു കുപ്പി വിസ്കി എടുത്തു. അതിൽ നിന്ന് അല്പം അയാൾ ഗ്ലാസിൽ പകർന്നു വെള്ളം ചേർത്തു അവളുടെ നേർക്ക് നീട്ടി. അവൾ എണീറ്റ് ഗ്ലാസ് കയ്യിൽ വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ട്രീസയ്ക്ക് ഇതൊക്കെ വളരെ പരിചയമാണെന്ന് തോന്നുന്നല്ലോ. അയാൾ ഗ്ലാസ് തിരികെ വാങ്ങുമ്പോൾ ചോദിച്ചു. ഡാഡി കുടിക്കുന്ന ആളാണ്. ഈസ്റ്ററിനും ക്രിസ്തുമസിനും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടിക്കും. ശേഷം അയാൾ പിന്തിരിഞ്ഞ് കാതുകൾ പൊത്തി. താൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് ട്രീസയ്ക്ക് തോന്നി. എന്നാൽ ക്രിസ്തുമസ് എന്ന പദമാണ് അയാളെ അങ്ങനെ പിന്തിരിയുവാൻ പ്രേരിപ്പിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അല്പം കൂടി തരട്ടെ? അയാൾ മുഖത്ത് പൊടിഞ്ഞു വന്ന വിയർപ്പ് തുടച്ചുകൊണ്ട് ചോദിച്ചു. സാറിന്റെ ഇഷ്ടം. അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. ഫെർഗൂസൺ അര ഗ്ലാസ് വിസ്കി ഒഴിച്ചു. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് അവൾക്ക് കൊടുത്തു. യാതൊരു വിസമ്മതവും ഭാവിക്കാതെ അതും അവൾ കുടിച്ചു. അതിനുശേഷം കട്ടിലിൽ മലർന്നു കിടന്നു. ഫെർഗൂസൺ അവളുടെ നെറ്റിയിൽ കൂടി പതുക്കെ താഴേക്ക് വിരൽ ഓടിച്ചു. അവൾക്ക് യാതൊരു ഇക്കിളിയും തോന്നിയില്ല. അയാൾ അവളെ ചുംബിച്ചു. അതിനുശേഷം അവളെ പുണർന്നു. അയാളുടെ ചുടുനിശ്വാസങ്ങൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം അവളിൽ യാതൊരു പ്രതിഫലനവും അയാൾ കണ്ടില്ല. ഇതിനു മുമ്പ് അവൾ ആരുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഫെർഗൂസന് തീർച്ചയായി. പെട്ടെന്ന് അയാളിലുള്ള പൈശാചിക ശക്തി ഉണർന്നു. അയാൾ അവളെ ഇറുകെ പുണർന്നു. അവളുടെ സിരകളിൽ കൂടി അവൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മാസ്മര ശക്തി കടന്നു പോകുന്നത് പോലെ ട്രീസയ്ക്ക് തോന്നി. അവൾ ഒരു നിർവൃതിയുടെ പാരമ്യത്തിൽ എത്തി. പെട്ടെന്ന് അവൾ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. ഡോക്ടർ ഫെർഗൂസന്റെ ചുണ്ടുകൾ ട്രീസയുടെ ഇടത് കഴുത്തിൽ അമർന്നു. അയാളുടെ വായിൽ നിന്ന് ചെന്നായുടേതുപോലുള്ള നീണ്ടുവളഞ്ഞ പല്ലുകൾ ഇറങ്ങി വന്നു. ആ പല്ലുകൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങിയത് അവൾ അറിഞ്ഞതേയില്ല. നിമിഷങ്ങൾ. തന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഊർന്നു പോകുന്നത് പോലെ ട്രീസയ്ക്ക് തോന്നി. ഡോക്ടർ ഫെർഗൂസൺ പുറത്തു വന്നിരുന്നു. കുറെ കഴിഞ്ഞാണ് ട്രീസ ഉണർന്നത്. ഉണർന്നപ്പോൾ ഇരുട്ടായിരുന്നു. താൻ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. കണ്ണു തുറന്ന് അവൾ ചുറ്റും നോക്കി. എങ്ങും ഇരുട്ടാണ്. ശരീരത്തിൽ തപ്പി നോക്കി. വസ്ത്രങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. അവൾ എണീറ്റു. പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് കത്തി. അതാ നിൽക്കുന്നു ഡോക്ടർ ഫെർഗൂസൺ. ഉറങ്ങിപ്പോയി അല്ലേ? സാരമില്ല, വേഗം ഡ്രസ് മാറൂ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം, അയാൾ പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് പരിസരബോധം ഉണ്ടായത്. വേഗം അവൾ വസ്ത്രം ധരിച്ചു. ഫെർഗൂസൺ അവളെയും കൊണ്ട് റോഡിൽ എത്തി. ഒരു ടാക്സി അയാൾ കൈ കാണിച്ച് നിർത്തി. ഒരു ചെറുപ്പക്കാരൻ ആയിരുന്നു ടാക്സി ഡ്രൈവർ. ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണം. വീട് ഇവൾ പറഞ്ഞു തരും, അയാൾ പറഞ്ഞു. അതോടൊപ്പം ടാക്സി കൂലി കയ്യിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. ടാക്സി മുന്നോട്ട് നീങ്ങി. അയാൾ ആരാ? വണ്ടി മുന്നോട്ട് നീങ്ങി അല്പം കഴിഞ്ഞ് ഡ്രൈവർ ചോദിച്ചു. എന്റെ അങ്കിൾ ആണ്. ട്രീസ മറുപടി കൊടുത്തു. അത് കേട്ട് ടാക്സി ഡ്രൈവർ അവൾ കാണാതെ പുഞ്ചിരിച്ചു. ഒരു വളവ് അടുക്കാറായപ്പോൾ റോഡിന്റെ ഇടതുവശത്തായി 1 കിലോമീറ്റർ കുറ്റിയിൽ ഒരാൾ ഇരിക്കുന്നത് ട്രീസ കണ്ടു. ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി. ഉടനെ അവിടെ ഇരുന്നിരുന്ന ആൾ ഓടി വന്നു. കേറിക്കോ, ഡ്രൈവർ അയാളോട് പറഞ്ഞു. ഇതാരാ പിന്നിൽ? വന്നു കയറിയ ആൾ ചോദിച്ചു. ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, അങ്ങോട്ട് ചെല്ലട്ടെ? ഡ്രൈവർ മറുപടി കൊടുത്തു. കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ചെറിയ ചാരായക്കടയുടെ മുമ്പിൽ ഡ്രൈവർ കാർ നിർത്തി. ചാക്കപ്പനുണ്ടോ? ഡ്രൈവർ വിളിച്ചു ചോദിച്ചു. ഉണ്ടേ. അകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. കേറടോ, ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. അയാളും കാറിനുള്ളിൽ കയറി. വണ്ടി മുന്നോട്ട് നീങ്ങി. വഴി തെറ്റി, ട്രീസ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല, രണ്ടാമത് കയറി വന്ന ആൾ പറഞ്ഞു. ഭാഗം 17. കാർ അപ്പോഴും അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ട്രീസ ഭയന്ന് കിടുകിടെ വിറച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. 1-2 തവണ കാറിൽ നിന്ന് ചാടുവാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് കാർ നിന്നു. ട്രീസ ഡോർ തുറക്കുവാൻ ഭാവിച്ചു. അപ്പോൾ മുന്നിൽ ഇരുന്നിരുന്ന 2 പേർ കാറിന് പുറത്തിറങ്ങി പിൻവശത്തെ ഡോറിന്റെ ഇരുവശത്തു കൂടിയും അവളുടെ വലതുവശത്തും ഇടതുവശത്തുമായി ഇരിപ്പുറപ്പിച്ചു. അയ്യോ എന്നെ കൊല്ലുന്നേ. അവൾ ഉച്ചത്തിൽ വിളിച്ചു.
അപ്പോൾ രണ്ടുപേരും കൂടി അവളെ ഇറുകെ പിടിച്ചു. ഒരാൾ അവളുടെ വായ പൊത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു. പെട്ടെന്ന് ട്രീസ തന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഉതറിമാറാൻ ശ്രമിച്ചു. അവൾ ഇരുവശത്തേക്കും ബലം പ്രയോഗിച്ചു. അപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. അവളുടെ ഇരുവശത്തിരുന്ന രണ്ടാളും ശക്തിയായി ഡോറിൽ ചെന്നിടിക്കുകയും ഡോർ തുറന്ന് പുറത്തു പോവുകയും ചെയ്തു. എന്ത്? ട്രീസ പോലും അതിശയിച്ചു പോയി. പിന്നിലെ രണ്ട് ഡോറുകളും അവരോടുകൂടി പറഞ്ഞു പോയിരിക്കുന്നു. അകത്തേക്ക് ശക്തിയായ കാറ്റ് അടിച്ചു കയറി. കാർ നിർത്ത്, ഇല്ലെങ്കിൽ ഞാൻ വെളിയിൽ ചാടും. അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം ഡ്രൈവർക്ക് മനസ്സിലായത്. അയാൾ കാർ നിർത്തി. ട്രീസ ചാടിയിറങ്ങി. കാറിന്റെ ഡോർ പറഞ്ഞു പോയോ? ഡ്രൈവർ ചോദിച്ചു. ഇത്ര പൊട്ട കാറാണോ ഇത്? എനിക്ക് വീട്ടിൽ പോകണം. അവൾ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ? ഏതായാലും എന്റെ കാർ നശിപ്പിച്ചു. നിന്നെ ഞാൻ... ഡ്രൈവർ അടുത്തു വന്ന് അവളെ കയറി പിടിച്ചു. അവൾ ഡ്രൈവറെ തള്ളി മാറ്റി. എടുത്തെറിയുന്നത് പോലെ അയാൾ റോഡിന്റെ ഒരു വശത്തുള്ള കാനയിൽ ചെന്ന് വീണു. അപ്പോഴേക്കും ഒരു വാഹനത്തിന്റെ ലൈറ്റ് അകലെ നിന്ന് ട്രീസ കണ്ടു. അവൾ റോഡിലേക്ക് നീങ്ങി നിന്ന് കൈ കാണിച്ചു. അതൊരു മാരുതി കാർ ആയിരുന്നു. അവളുടെ അടുത്തായി കാർ വന്നു നിന്നു. ഒരു ചെറുപ്പക്കാരനായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. എന്തു പറ്റി? അയാൾ ചോദിച്ചു. എന്നെ എന്റെ ഹോസ്റ്റലിൽ ആക്കണം. അവൾ പറഞ്ഞു. അതിനെന്താ, കേറിക്കോ. അയാൾ ഡോർ തുറന്നു കൊടുത്തു. അവൾ കാറിനുള്ളിൽ കയറി. എന്താ ഇവിടെ വരാൻ കാരണം? അയാൾ തിരക്കി. ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു. വഴിയിൽ ടാക്സി ഡ്രൈവറും കൂട്ടുകാരും കൂടി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടികൾ ഒരിക്കലും തനിച്ച് ടാക്സി പിടിക്കരുത്. ആരും ചിലപ്പോൾ അനുകൂല സാഹചര്യങ്ങളിൽ മോശക്കാരായെന്ന് അയാൾ ഉപദേശിച്ചു. വീട്ടിൽ നിന്ന് പോയെന്ന് വരുത്താതെ ഹോസ്റ്റലിൽ ആണെന്ന് അവൾ കള്ളം പറഞ്ഞതിൽ അവൾക്ക് വിഷമം തോന്നി. കാരണം അയാൾ മാന്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞത്. വീട്ടിൽ എത്തി ആഹാരം കഴിച്ച് കിടക്കുമ്പോൾ അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചു. താൻ അവരെ തട്ടിയപ്പോൾ രണ്ടുപേരും വാതിൽ തകർത്തുകൊണ്ട് പുറത്തുപോയി വീണു. അതുപോലെ ഡ്രൈവറും കാനയിലേക്ക് തെറിച്ചുപോയി. തനിക്ക് അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നോ? അതോ ഡോർ പഴക്കമേറിയതായിരുന്നുവോ? അപ്പോൾ ഡ്രൈവർ തെറിച്ചു പോയതോ? പിന്നെ അവൾ പ്രൊഫസർ ഫെർഗൂസനെ കുറിച്ച് ചിന്തിച്ചു. നല്ല കരുത്തുള്ള മനുഷ്യൻ. ഇന്നുവരെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ആനന്ദം അവൾ അനുഭവിച്ചിട്ടില്ല. ഏതെല്ലാം വിധത്തിലാണ് അയാൾ തന്നോട് പെരുമാറിയത്. മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന രീതിയിൽ. അതൊക്കെ ഓർത്തിട്ട് കുളിര് കോരിയിടുന്നു. ഇനിയും പ്രൊഫസറെ കാണണം, അവൾ ചിന്തിച്ചു. രാവിലെ വളരെ വൈകിയാണ് അവൾ എണീറ്റത്. ശരീരത്തിന് വളരെ വേദന അവൾക്ക് അനുഭവപ്പെട്ടു. ബാത്റൂമിൽ കയറി അവൾ ഷവർ തുറന്നു. സീൽക്കാരത്തോടെ ജലബന്ധുക്കൾ അവളുടെ ശരീരത്തിൽ തെന്നിയൊഴുകി. ഒരു സുഖം അവൾക്ക് തോന്നി. ശരീരത്തിൽ സോപ്പ് തേച്ചപ്പോൾ അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. പുറത്തും മാറിടത്തിലും ശക്തിയായ വേദന, ബ്ലേഡ് കൊണ്ട് വരഞ്ഞതുപോലെ. അവൾ കണ്ണാടിയിൽ തന്റെ നഗ്ന ശരീരം നോക്കി. അവൾ ഞെട്ടിപ്പോയി. ചുമലിലെ മാറിലെ നഖം കൊണ്ട് മാന്തി പൊളിച്ചിരിക്കുന്നു. പ്രൊഫസർക്ക് നഖമുണ്ടായിരുന്നുവോ വിരലുകളിൽ? അവൾ ആലോചിച്ചു നോക്കി. ഹേ, അങ്ങനെ വരാൻ വഴിയില്ല. അദ്ദേഹം എത്രയോ സുമുഖനും ആരോഗ്യമുള്ളവനുമാണ്. പിന്നെ നഖം വളർത്തുമോ? അവൾ ചിന്തിച്ചു. ഒരു വിധത്തിൽ കുളി കഴിഞ്ഞ് അവൾ മുറിയിൽ വന്നു. വരഞ്ഞു നീറുന്ന സ്ഥലത്ത് അവൾ ഓയിന്റ്മെന്റ് പുരട്ടി. ഇനി പ്രൊഫസറെ കാണുമ്പോൾ അയാളുടെ കൈവിരലുകൾ ശ്രദ്ധിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. വൈകുന്നേരം കൂട്ടുകാരികൾ അവളെ കാണാൻ വന്നു. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു. പ്രൊഫസർ എങ്ങനെയുണ്ടടി? അവർ മാറി മാറി ചോദിച്ചു. അവൾ തലകുനിച്ച് ലജ്ജ അഭിനയിച്ചു. ഞങ്ങളും കൂടി ഒന്ന് കാണണോ? അവർ ചോദിച്ചു. പിന്നെ വേണ്ട, അവൾ പറഞ്ഞു. അങ്ങനെ വേണ്ടാൽ ഇന്നാരാ പോകുന്നത്? ഒരുവൾ ചോദിച്ചു. ഇന്ന് ജെസ്സി ആകട്ടെ. അവളല്ലേ നമ്മളിൽ സീനിയർ. അതുകൊണ്ട് അവിടുന്ന് അതൊക്കെ ഒന്ന് അറിയട്ടെ. മറ്റുള്ളവർ പറഞ്ഞു. ജെസ്സിക്ക് 24 വയസ്സ് പ്രായമുണ്ട്. നല്ല തടിച്ച മാംസളമായ ശരീരം. വയറിന്റെ ഭാഗം തുളുമ്പിയാണ് കിടക്കുന്നത്. സാരിയുടെ വക്കിൽ നിന്ന് മാംസം മടിഞ്ഞു കിടക്കുന്നു. അതുപോലെ കൈത്തണ്ടകളും കണങ്കാലുകളും. ബ്ലൗസ് ഏതു സമയത്തും കുടുക്കുകൾ പൊട്ടാറായതുപോലെയാണ് കിടക്കുന്നത്. എന്താണ് ജെസ്സി? ഒരുത്തി ചോദിച്ചു. നിങ്ങളൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പോകാം. ജെസ്സി സമ്മതിച്ചു. ചോദ്യങ്ങൾ കിട്ടാനിൽ മതി. ഇനിയും ഉണ്ട് പരീക്ഷകൾ. എല്ലാം തീർന്നിട്ടില്ല. അവരുടെയൊക്കെ നേതാവായ ലിസി പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഊഴം ജെസ്സിക്കായി. ഒരു കാര്യം ചെയ്യട്ടെ, ജെസ്സിക്ക് ട്രീസ കൂട്ടുപോകട്ടെ. രണ്ടുപേരും കൂടി തിരിച്ചു വന്നാൽ മതി. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വല്ല കുഴപ്പവും വഴിയിൽ സംഭവിക്കും. ലിസി ഓർമ്മിപ്പിച്ചു. ഡോക്ടർ ഫെർഗൂസൺ അടുത്ത ഇരയെ കാത്തിരിപ്പുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ അയാൾ അവരെ സ്വീകരിച്ചു. ട്രീസ വന്നല്ലോ. അയാൾ അവളെ നോക്കി. ഞാൻ കൂട്ടുവന്നതാണ്. അതെന്തിനാ ഇതിനൊക്കെ കൂട്ടു?
തനിച്ചു പോകാൻ ഭയമാണോ? ഇന്നലെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ ടാക്സിക്കാരൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. അവർ 3 പേരുണ്ടായിരുന്നു. എന്നിട്ട് അവർ എന്തു ചെയ്തു? ഫെർഗൂസൺ ആകാംക്ഷയോടെ ചോദിച്ചു. അവരുടെ കാർ പഴയതായതുകൊണ്ട് ഭാഗ്യവശാൽ ഡോർ ഇളകി അവർ തെറിച്ചുപോയി. എന്ത്? അതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രീസയ്ക്ക് നല്ല ശക്തിയാണല്ലോ. അതെനിക്കറിഞ്ഞൂടാ. അത്ഭുതമായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം. അവൾ പറയാൻ മടിച്ചു. എന്താ? പറയൂ. അവൾ ജെസ്സിയെ നോക്കി. രഹസ്യമാണോ? എങ്കിൽ അകത്തേക്ക് വരൂ. അയാൾ അവളെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. രണ്ടാളും അയാളുടെ പ്രൈവറ്റ് മുറിയിൽ കടന്നപ്പോൾ ട്രീസ അവളുടെ സാരി നീക്കി. അതിനുശേഷം ബ്ലൗസും അഴിച്ചു. ഇതാ എന്റെ ശരീരത്തിൽ പാടുകൾ. അവൾ കാണിച്ചു കൊടുത്തു. സാരമില്ല, മാറിക്കോളും. അയാൾ പറഞ്ഞു. ഈ അവസരത്തിൽ അവൾ മനഃപൂർവ്വം അയാളുടെ കൈവിരലുകളിലേക്ക് നോക്കി. പക്ഷേ ആ വിരലുകളിലൊന്നും നഖം നീണ്ടു നിൽക്കുന്നത് അവൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ശരീരം വരഞ്ഞു കീറിയത്? അവൾ ഓർത്തു. ഫെർഗൂസന്റെ മുഖത്ത് ചുളിവുകൾ ഉയർന്നു. അയാൾ വിരലുകൾ കുട്ടിത്തിരുമി. ശരി, ട്രീസ പൊയ്ക്കോളൂ. അയാൾ പറഞ്ഞു. ഇനി എന്നാണ് വരേണ്ടത്? അവൾ അയാളുടെ നേർക്ക് ഒരു കള്ളനോട്ടം അയച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറയാം. അയാൾ പുറത്തിറങ്ങി. ട്രീസ ജെസ്സിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടും ട്രീസയുടെ ശരീരത്തിലെ പാടുകളും വേദനയും പോയില്ല. യാദൃശ്ചികമായി അവളുടെ അമ്മ അത് കണ്ടുപിടിച്ചു. ഇതെന്ത് പറ്റി? അമ്മ തിരക്കി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവൾ പറഞ്ഞു. നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഭാഗം 18. ഡോക്ടർ വർമ്മ ട്രീസയെ വിശദമായി പരിശോധിക്കുന്നതിനു വേണ്ടി തന്റെ പരിശോധനാ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയായാൽ ഒന്നും കാണാൻ പറ്റില്ല. ഡോക്ടറുടെ അടുത്ത് ഒന്നും എടുക്കേണ്ട കേട്ടോ, വർമ്മ പറഞ്ഞു. പിന്നെ അവൾ മടിച്ചില്ല. സാരിയും ബ്ലൗസും അഴിച്ചു നീക്കി ടേബിളിൽ കിടന്നു. വർമ്മ അവളുടെ മുറിപ്പാടുകൾ പരിശോധിച്ചു. അതിനുശേഷം ഒരു ഗൈനക്കോളജി ഡോക്ടറുടെ ഭാഗവും അദ്ദേഹം അഭിനയിച്ചു. പിന്തിരിഞ്ഞാണ് കിടന്നത് അല്ലേ? ഡോക്ടർ ചോദിച്ചു. അവൾ ലജ്ജയോടെ ഡോക്ടറെ നോക്കി. ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് അറിയുകയും വേണ്ട. പിന്നെ ശരീരത്തിൽ രക്തക്കുറവ് കാണുന്നുണ്ട്. അദ്ദേഹം കഴുത്തിൽ അറിയാതെ നോക്കി. ഇതെന്താ ഈ പാടുകൾ? അദ്ദേഹം ചോദിച്ചു. അറിഞ്ഞുകൂടാ. അവൾ വലത് കൈകൊണ്ട് അവിടം തടവി. എപ്പോഴാണ് ഉണ്ടായതെന്ന് ഊഹിച്ചു പറയുവാൻ കഴിയുമോ? എന്റെ സംശയം മുഴുവൻ അവിടെ പോയതിനു ശേഷമാണ്. ട്രീസയുടെ രക്തം ഒന്ന് പരിശോധിക്കണം. ഡോക്ടർ വർമ്മ പറഞ്ഞു. എന്ത് തന്നെ വേണോ? ഞാൻ എടുത്തു വയ്ക്കാം, നാളെ റിസൾട്ട് പറയാം. ഇവിടെ ലാബോറട്ടറിയും ഉണ്ട്. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് രക്തപരിശോധന എപ്പോഴും വേണ്ടതാണ്. അങ്ങനെയുള്ള കേസുകളാണല്ലോ ഇവിടെ വരുന്നത്. ഡ്രസ് ചെയ്തോളൂ. ഡോക്ടർ സമ്മതിച്ചു. ട്രീസ എണീറ്റ് വസ്ത്രം ധരിച്ചു. ഡോക്ടർ വർമ്മ അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം പരിശോധനയ്ക്കായി എടുത്തു. ആ മനുഷ്യന്റെ കയ്യിൽ നഖങ്ങൾ ഉണ്ടായിരുന്നോ? ഡോക്ടർ ചോദിച്ചു. അത് കേട്ട് ട്രീസ തലകുനിച്ച് നിന്നു. ഞാൻ ചോദിച്ചതിൽ കാര്യമുണ്ട്, തമാശയ്ക്ക് ചോദിച്ചതല്ല. ഡോക്ടർ നിർബന്ധ രൂപേണ ആവശ്യപ്പെട്ടു. ട്രീസ ആലോചിച്ചു നോക്കി. അവളുടെ ഓർമ്മയിൽ ഡോക്ടർ ഫെർഗൂസന്റെ കൈവിരലുകൾ തെളിഞ്ഞു വന്നു. അത് അയാൾ വിസ്കി ഗ്ലാസിൽ പകർന്നപ്പോൾ അവൾ കണ്ടിരുന്നു. ഇല്ല ഡോക്ടർ, അദ്ദേഹം നഖം നല്ലതുപോലെ വെട്ടിയിരുന്നു. അവൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്ഭുതമായിരിക്കുന്നല്ലോ. ഡോക്ടർ സംശയത്തോടെ രക്തം എടുത്ത് സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ചു. ഇനി ട്രീസ പൊയ്ക്കോളൂ, ഞാൻ അറിയിക്കാം. അദ്ദേഹം പറഞ്ഞു. ട്രീസയും അവളുടെ അപ്പനും ഡോക്ടറുടെ വാസസ്ഥലത്തു നിന്ന് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ മുതൽ ഡോക്ടർ വർമ്മയ്ക്ക് സംശയമായി. ഒരു പുരുഷൻ സ്ത്രീയുമായി വേഴ്ച നടത്തുവാൻ ശരീരം മുഴുവൻ മാന്തിക്കറുക, ആ നഖങ്ങൾ കൂർത്തതാണ്. എന്നാൽ ആ പെൺകുട്ടി പറയുന്നു അയാളുടെ കൈവിരലുകൾക്ക് നഖങ്ങൾ ഇല്ലായിരുന്നുവെന്ന്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? സംശയത്തോടെ ഡോക്ടർ വീണ്ടും മൈക്രോസ്കോപ്പിന്റെ അടുത്ത് വന്നിരുന്നു. ലെൻസിൽ കൂടി നോക്കുമ്പോൾ ഡോക്ടർ വർമ്മയുടെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു. താൻ ഈ കാണുന്നത് ശരിയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. ഛേ ഛേ അദ്ദേഹം ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും ഒന്നുകൂടി രക്തം പുരട്ടിയ സ്ലൈഡ് പരിശോധിച്ചു. അതിന് യാതൊരു മാറ്റവും ഇല്ല. ട്രീസയുടെ രക്തം തന്നെയാണ്. പക്ഷേ ആ രക്തം മനുഷ്യ രക്തമല്ലല്ലോ. പെട്ടെന്ന് ഡോക്ടർ ഷെൽഫിലേക്ക് നോക്കി. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആയിരുന്നു അത്. വ്യക്തമായ കളർ ചിത്രങ്ങളോട് കൂടിയ ഒന്ന്. ആദ്യമായി ഡോക്ടർ വർമ്മ മനുഷ്യ രക്തത്തിന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്ന പേജ് എടുത്തു. അതുമായി ട്രീസയുടെ രക്തം ഒത്തുനോക്കി. അല്പം വ്യത്യാസം അതിൽ കടന്നുകൂടിയിട്ടുള്ളതായി ഡോക്ടർക്ക് തോന്നി. വളരെ സമയം സസൂക്ഷ്മം പരിശോധിച്ച ശേഷം അദ്ദേഹം പുസ്തകത്തിന്റെ പേജുകൾ മറിച്ചു.
ഓരോ മൃഗങ്ങളുടെയും രക്തവുമായി അത് ഒത്തുനോക്കി. അവസാനം ചെന്നായയുടെ രക്തത്തിൽ വന്നു നിന്നു. ആ രക്തത്തിലെ ക്രോമസോമുമായി അതിന് സാമ്യമുള്ളതായി അദ്ദേഹം കണ്ടെത്തി. ചെന്നായയുടെ രക്തം? ഡോക്ടർ വർമ്മ അത്ഭുതപ്പെട്ടുപോയി. ഈശ്വരൻ, എന്താണിത്? അറിയാതെ അദ്ദേഹം മന്ത്രിച്ചു. മനുഷ്യ ശരീരത്തിൽ ചെന്നായയുടെ രക്തമോ? പണ്ട് ചെന്നായ്ക്കൾ മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വളർത്തിയ കഥകൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ചെന്നായ്ക്കൾ, നായ്ക്കൾ എന്നീ മൃഗങ്ങൾ മനുഷ്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ള സംഭവങ്ങൾ നായ്ക്കളെ അതിനായി പരിശീലിപ്പിച്ചെടുത്തു അവരെ കൊണ്ട് വീഴ്ച നടത്തിക്കുന്ന നീലചിത്രങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്നാൽ രക്തത്തിൽ അതിങ്ങനെ കടന്നുകൂടും? പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ലായിരുന്നു. ഡോക്ടർ ഫെർഗൂസൺ ട്രീസയുടെ കഴുത്തിലെ രക്തക്കുഴൽ മുറിച്ച് രക്തം കുടിച്ചപ്പോൾ അയാളുടെ വായിലെ മുറിവിൽ കൂടി അയാളുടെ രക്തം ട്രീസയുടെ രക്തത്തിൽ കലരുകയാണ് ചെയ്തത്. ഡോക്ടർ വർമ്മയ്ക്ക് ആ വഴിക്ക് ചിന്തിക്കുവാൻ ആവില്ല. കാരണം അങ്ങനെ രക്തപാനം എന്നൊരു പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദൂര ചിന്തകളിൽ പോലും ഇല്ലാത്തതാണ്. അദ്ദേഹം കണക്ക് കൂട്ടിയത് വീഴ്ച നടത്തിയ വേളയിൽ അവയവങ്ങളിൽ മുറിവുണ്ടായിരുന്നതിനാൽ രക്തം കൂടിക്കലർന്നതാണെന്നാണ്. പരിശോധനയിൽ ട്രീസയുമായി വീഴ്ച നടത്തിയ ആൾ ഒട്ടും മോശമല്ലായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. പിറ്റേ ദിവസം വരണമെന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് ട്രീസയും അവളുടെ അപ്പനും വന്നു. ഡോക്ടർ ട്രീസയെ അകത്തേക്ക് വിളിപ്പിച്ചു. ഇരിക്കൂ, ഡോക്ടർ വർമ്മ ട്രീസയോട് പറഞ്ഞു. അവൾ മടിച്ചാണ് ഇരുന്നത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹം ചോദിച്ചു. വളരെ കുറവുണ്ട്, അവൾ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പരിശോധിക്കട്ടെയോ? ഡോക്ടർ തിരക്കി. അവൾ തലയാട്ടി. അവൾ ടേബിളിൽ കയറി കിടന്നു. ഡോക്ടർ അവളുടെ ശരീരം കണ്ട് അതിശയിച്ചു പോയി. ട്രീസയുടെ ശരീരത്തിൽ യാതൊരുവിധ മുറിവുകളും കാണാനുണ്ടായിരുന്നില്ല. എല്ലാം തൂത്തുകളഞ്ഞിരിക്കുന്നത് പോലെ മാഞ്ഞു പോയിരുന്നു. അദ്ദേഹം അവളുടെ പൊക്കിളിന് താഴെയും പരിശോധിച്ചു. അവിടത്തെ മുറിവും അപ്രത്യക്ഷമായിരുന്നു. ശരി, എണീറ്റുകൊള്ളൂ, ഡോക്ടർ പറഞ്ഞു. അവൾ വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നു. ഇനി എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ട്രീസയുടെ അസുഖം ഭേദമായിരിക്കുന്നു, എങ്കിലും എനിക്ക് ചിലത് അറിയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ തന്റെ ഡയറി എടുത്ത് തുറന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡോക്ടറുടെ മുന്നിലും വക്കീലിനോടും ഒന്നും മറച്ചു വെക്കരുതെന്ന്. ഡോക്ടർ വർമ്മ തുടക്കമിട്ടു. ചോദിച്ചോളൂ. അവൾ തയ്യാറായി. ആരാണ് ട്രീസയുമായി ബന്ധപ്പെട്ട ആ മനുഷ്യൻ? ഡോക്ടർ ചോദിച്ചു. ട്രീസ അല്പസമയം നിശബ്ദയായിരുന്നു. എങ്ങനെയാണ് പറയുക? താൻ പറയുവാൻ പോകുന്ന ആൾ സാധാരണക്കാരൻ അല്ല, വളരെ പ്രശസ്തനായ ഒരു പ്രൊഫസർ. പറയൂ, ഒട്ടും മടിക്കേണ്ട. ഞാൻ ആരോടും പറയില്ല, ഇത് സത്യം. കാരണം ട്രീസയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണല്ലോ. പറയണമോ വേണ്ടയോ എന്ന് ട്രീസ വീണ്ടും ആലോചിച്ചു. ഒടുവിൽ പറയാമെന്ന് തന്നെ അവൾ കരുതി. പറയൂ, ഞാനല്ലേ പറയുന്നത്. അത് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഫെർഗൂസൺ. അവൾ തെളിച്ചു പറഞ്ഞു. ഡോക്ടർ ഫെർഗൂസൺ, ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ നാട്ടുകാരനല്ലല്ലോ, എവിടുന്നോ വന്നതല്ലേ? അതെനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അതും വളരെ രഹസ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞേ പറ്റൂ. ഡോക്ടർ വർമ്മ നിർബന്ധിച്ചു. അദ്ദേഹം വലിയ ഒരാളാണ്. ഏത് കാര്യവും മുൻകൂട്ടി പറയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. പറഞ്ഞാൽ വളരെ കൃത്യവുമാണ്. അങ്ങനെ എന്താണ് പറഞ്ഞത്? ഡോക്ടർ, ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും പുറത്തു വിടരുത്. കാരണം അത് അത്രമാത്രം പരമ രഹസ്യമാണ്. അത് വെളിയിൽ വിട്ടാൽ പലർക്കും കുഴപ്പം നേരിടും. പറയൂ, ഞാനല്ലേ പറഞ്ഞത്, ജീവനുള്ളിടത്തോളം കാലം ഞാൻ രഹസ്യമാക്കി വെക്കാമെന്ന്. എങ്കിലും ഞാൻ പറയാം. ഈ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. പരീക്ഷയ്ക്ക് അത് വള്ളിപുള്ളി വ്യത്യാസം ഇല്ലാതെ വരികയും ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ ബോർഡിൽ അദ്ദേഹത്തിന് വല്ല പരിചയക്കാരും ഉണ്ടോ? അല്ല, ഞങ്ങൾ വളരെ യാദൃച്ഛികമായി ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു തന്നു. അതൊക്കെ അതുപോലെ തന്നെ വരികയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആൾ സാമാന്യക്കാരൻ അല്ലല്ലോ. അതിനുള്ള പാരിതോഷികമായിരിക്കും ഈ രഹസ്യ കാര്യങ്ങൾ, അല്ലേ? കൊള്ളാം, ഞാൻ അദ്ദേഹത്തൊന്ന് പരിചയപ്പെടും, നിങ്ങൾക്ക് കുഴപ്പം വരാത്ത രീതിയിൽ. ഡോക്ടർ വർമ്മ പറഞ്ഞു. ഭാഗം 19. കുട്ടി പൊയ്ക്കോളൂ. തൽക്കാലം ഞാൻ ഒരു ഇഞ്ചക്ഷൻ തരാം, പിന്നെ കുറെ ക്യാപ്സൂളുകളും. ഇത് കഴിച്ചാൽ ഈ ക്ഷീണമൊക്കെ മാറിക്കിട്ടും. ഡോക്ടർ പറഞ്ഞു. അതനുസരിച്ച് ട്രീസയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഗുളികകൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വർമ്മ ചിന്തയിലാണ്ടു. ജീവിതത്തിൽ ഇത്രയും നാളത്തെ പ്രാക്ടീസിനിടയിൽ ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത്. ചെന്നായയുടെ രക്തമുള്ള ഒരു മനുഷ്യൻ, അതും ഒരു പെൺകുട്ടി. അവളുടെ ശരീരത്ത് ചെന്നായ മാന്തിയതിന്റെ അടയാളം ഉണ്ട്.
ചെന്നായ്ക്കളും നായ്ക്കളും കഴുതകളും സ്ത്രീകളുമായി ലൈംഗിക വൃത്തികൾ ചെയ്യുന്നതായി ചില ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. നായ്ക്കളെ വളർത്തുന്ന മദാമ്മമാരെയും വർമ്മയ്ക്ക് അറിയാം. സ്വന്തം ഭർത്താവിനേക്കാളും അവർക്ക് പ്രിയപ്പെട്ടത് നായ്ക്കളെയാണ്. അവരുടെ കൂടെ അന്തി ഉറങ്ങുകയും ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടന്നിരിക്കുന്നത്. അടുത്ത കാലത്ത് കോളേജ് രംഗം പ്രസിദ്ധനായി തീർന്നിട്ടുള്ള ഡോക്ടർ ഫെർഗൂസൺ ആണ് ട്രീസയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അയാളുടെ രക്തമാണ് ട്രീസയുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളതെന്ന് അനുമാനിക്കാനുള്ള വഴികൾ കാണുന്നുണ്ട്. അന്ന് വൈകുന്നേരം ഡോക്ടർ വർമ്മ ഫെർഗൂസണെ സന്ദർശിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അയാൾ എങ്ങനെയിരിക്കും? ഏതു തരത്തിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെടുക? എന്തു പറഞ്ഞാണ് സന്ദർശനം നടത്തുക? ഡോക്ടർ ആലോചിച്ച് നോക്കി. ഒടുവിൽ ഒരു ആശയം കണ്ടുപിടിച്ചു. ചരിത്രപരമായ കുറെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ബന്ധപ്പെടുക. അതാവുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുവാനും വഴിയുണ്ട്. പ്രത്യേകിച്ച് പഴയ കാര്യങ്ങൾ ചോദിക്കുന്നത് ചരിത്രകാരന്മാർക്ക് താല്പര്യമാണ്. അതിനുള്ള ഒരു വിഷയം ഡോക്ടർ വർമ്മ ആലോചിച്ചു. കോളേജിലെ ലൈബ്രറിയിൽ ഒന്ന് കറങ്ങി. ലൈബ്രറിയൻ ജോൺ സക്കറിയ അതിന് പറ്റിയ ഒരു പുസ്തകം നൽകി. ഡോക്ടർ വർമ്മ അത് വായിച്ച് ഹൃദയസ്ഥമാക്കി. വൈകുന്നേരം 6 മണി ആയപ്പോൾ ഡോക്ടർ വർമ്മ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഫെർഗൂസണോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും അതേ അവസരത്തിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഡോക്ടർ മനസ്സിൽ കുറിച്ചിട്ടു. ഡോക്ടർ ഫെർഗൂസന്റെ ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ കാർ നിന്നു. ഗേറ്റ് അടഞ്ഞു കിടന്നിരുന്നു. അത് തുറക്കുവാനായി ഡോക്ടർ വർമ്മ കാറിൽ നിന്ന് ഇറങ്ങുവാൻ ഭാവിച്ചപ്പോൾ അതാ വാതിൽ തുറന്ന് പുറത്തു വരുന്നു ഡോക്ടർ ഫെർഗൂസൺ. കാഴ്ചയിൽ തന്നെ മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലെ ഒരു ഇടപ്രഭുവിന്റെ സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹം ധരിച്ചിരിക്കുന്ന നെടുങ്കൻ കോട്ടും അതിൽ തിളങ്ങുന്ന പഴയ കാലത്തെ ഏതോ മുദ്രയുള്ള ബട്ടണുകളും കയ്യിൽ ഇട്ടിരിക്കുന്ന വെളുത്ത കയ്യുറകളും ഡോക്ടർ ഫെർഗൂസൺ ആൾ അസാമാന്യക്കാരൻ ആണെന്ന് വിളിച്ചറിയിക്കുന്നു. ഡോക്ടർ ഫെർഗൂസൺ തന്നെ ഇറങ്ങി വന്നു ഗേറ്റ് തുറന്നു. ഹലോ, ഡോക്ടർ സുധാകര വർമ്മ. വെൽക്കം ടു മൈ കോട്ടേജ്. ഫെർഗൂസൺ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഡോക്ടർ വർമ്മ ഒരു നിമിഷം പകച്ചുപോയി. യാതൊരുവിധ പരിചയവും ഇല്ലാതെ തന്നെ ഇതാ പേര് ചൊല്ലി സംബോധന ചെയ്തിരിക്കുന്നു. മാത്രമോ വളരെ താല്പര്യപൂർവ്വം അകത്തേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. ഹലോ ഡോക്ടർ ഫെർഗൂസൺ. ഡോക്ടർ വർമ്മയും പ്രത്യഭിവാദനം ചെയ്തു. ഫെർഗൂസൺ തന്റെ ഗേറ്റിന്റെ പാളികൾ അകത്തേക്ക് വലിച്ച് തുറന്നു. ഡോക്ടർ വർമ്മ കാർ അകത്ത് കയറ്റി പോർച്ചിന് അല്പം അടുത്തായി നിർത്തി. ഇത് ഡോക്ടർ ജസ്റ്റിൻ ലൂപ്പിനോട് വാങ്ങിയതാണ് അല്ലേ? ഫെർഗൂസൺ ചോദിച്ചു. അതെ. വീണ്ടും അത്ഭുതം. എനിക്ക് ഡോക്ടർ ജസ്റ്റിൻ ലൂപ്പിനെ അറിയാം. അയാൾക്ക് എസ്തർ എന്നൊരു ഭാര്യയുണ്ടായിരുന്നു. അവൾ ഒരിക്കൽ ഒരു കുതിര സവാരിയിൽ മരണമടഞ്ഞു. ഫെർഗൂസൺ പറഞ്ഞു. അതെ, വളരെ കറക്റ്റ്. സ്വിസിൽ വെച്ചാണ് അത് നടന്നത്. ആയിടെ തന്നെ ജസ്റ്റിനും പോയി. ഡോക്ടർ വർമ്മ പറഞ്ഞു. അതെ, ഒരു ലെവൽ ക്രോസിൽ വെച്ച് ഒരു ഗുഡ്സ് ട്രെയിനിന്റെ ബോഗി എങ്ങനെയോ തനിയെ വന്നിടിച്ചു അല്ലേ? ഓ ഗോഡ്, ഇതൊക്കെ താങ്കൾ എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ വർമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനൊരു ഹിസ്റ്റോറിയൻ ആണെന്ന കാര്യം മറന്നുപോയോ? അതുപോട്ടെ, വന്ന കാലിൽ നിൽക്കാതെ. അദ്ദേഹം തിരിഞ്ഞു നടന്നു. രണ്ടുപേരും വിസിറ്റിംഗ് റൂമിലേക്ക് കയറി. താങ്കൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഡോക്ടർ ഫെർഗൂസൺ പറഞ്ഞു. അതെങ്ങനെ? ഡോക്ടർ തിരക്കി. ഇന്ന് ഞാൻ അല്പം മുമ്പ് തൈമൂറിന്റെ പടയോട്ടക്കാലത്തെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ മുതലായ മണലാരണ്യങ്ങൾ താണ്ടി അന്നറിയപ്പെട്ടിരുന്ന ഏഷ്യ മൈനർ മുഴുവൻ പിടിച്ചടക്കിയ മുടന്തനായ തൈമൂർ. തൈമൂർ ദി ലൈൻ, ടാമർ ലൈൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു. ടാമർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം. സെറ്റിയിൽ ചാരിക്കിടന്ന് ഇരുകൈകളും പുറകോട്ട് വെച്ച് ശിരസിൽ താങ്ങിയാണ് ഫെർഗൂസൺ ഇരുന്നത്. ഫെർഗൂസന്റെ ഓരോ വാചകവും ഡോക്ടർ വർമ്മയെ അത്ഭുതത്തിൽ നിന്ന് കൂടുതൽ അത്ഭുതത്തിലേക്ക് നയിച്ചു. അത്ഭുതം കൊണ്ട് അദ്ദേഹത്തിന്റെ നാവ് ഇറങ്ങിപ്പോയതുപോലെ ആയി. കോളേജ് ലൈബ്രറിയിൽ നിന്ന് സ്നേഹിതൻ ജോൺ സക്കറിയ എടുത്തുകൊടുത്ത ഗ്രന്ഥം പ്രൊഫസർ KC പീറ്റർ എഴുതിയ തൈമൂറിന്റെ പടയോട്ടമായിരുന്നു. അതാണ് അദ്ദേഹം വായിച്ചതും. ഇതാ ഇപ്പോൾ ഡോക്ടർ ഫെർഗൂസൺ അതുതന്നെ പറയുന്നു. ഇത്രമാത്രം ഒരു പഴയ ചരിത്രം, അതും മലയാളത്തിലുള്ളത്, പെട്ടെന്ന് ഫെർഗൂസൺ ഓർക്കുകയില്ലെന്നാണ് സുധാകര വർമ്മ കരുതിയത്. പ്ലീസ് ക്ഷമിക്കണം, ഒരു കാര്യം ചോദിച്ചോട്ടെ? വർമ്മ തിരക്കി. എന്താണ്? തൈമൂറിന്റെ ഭാര്യയുടെ കാര്യമല്ലേ? ഡോക്ടർ ഫെർഗൂസൺ ചോദിച്ചു. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ ഭാവിച്ചത്. വിസ്മയത്തോടെ തൊണ്ട പതറി വർമ്മ പറഞ്ഞുപോയി. തൈമൂറിന്റെ ഭാര്യ അജ്ജായി. അവർ യുദ്ധം നടക്കുമ്പോൾ മരണമടഞ്ഞു. ബലൂചിസ്ഥാനിലെ മണൽക്കാടുകളിലുള്ള ഏതോ ഒരു മരുപ്പച്ചയുടെ തീരത്ത് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാകും. ചൈന ആക്രമിക്കാൻ തൈമൂറിന് കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ വെള്ളക്കുതിരയെ മുന്നിൽ നിർത്തി പടയാളികൾ യുദ്ധത്തിന് പോയി. പക്ഷേ കഴിഞ്ഞില്ല. ഇതൊക്കെയല്ലേ എന്നോട് ചോദിക്കാൻ വന്നത്?
ഡോക്ടർ ഫെർഗൂസൺ ചോദിച്ചു. ഡോക്ടർ വർമ്മ വിയർത്തുപോയി. ഇനി എന്താണ് ചോദിക്കേണ്ടത്? അദ്ദേഹം ആലോചിച്ചു. ഞാൻ വന്നത് അങ്ങയെ പരിചയപ്പെടാനാണ്. പിന്നെ ഒരു കാര്യം, ട്രീസ പറഞ്ഞു, അങ്ങയ്ക്ക് അപാരമായ കഴിവുകൾ ഉണ്ടെന്ന്, ഇല്യൂഷൻ പോലെ. അങ്ങനെ വന്നപ്പോൾ കാണണമെന്ന് താല്പര്യം തോന്നി. കണ്ടു കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്തു. അവൾ പറഞ്ഞത് ശരിയാണ്. ചില മനുഷ്യർക്ക് അങ്ങനെ ചില കഴിവുകൾ ഉണ്ട്. അതിൽ അത്ഭുതപ്പെടാനില്ല. അതുപോട്ടെ, എന്താണ് കഴിക്കേണ്ടത്? അല്പം വിസ്കി ആയാലോ? ഡോക്ടർ ഫെർഗൂസൺ ചോദിച്ചു. കഴിക്കാം, ഒരു കമ്പനി സേക്കിനെ. ഡോക്ടർ വർമ്മ പ്രതികരിച്ചു. ഡോക്ടർ ഫെർഗൂസൺ എണീറ്റു. കർട്ടൻ നീക്കിയപ്പോൾ ഡൈനിങ് ടേബിളും കസേരകളും കണ്ടു. മേശപ്പുറത്ത് 3/4 ഭാഗത്തോളം വിസ്കിയും വൃത്തിയായി തുടച്ചു വെച്ചിരുന്ന ഗ്ലാസുകളും ഐസ് ക്യാനും ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ സുധാകര വർമ്മയുടെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചു. അത് നടന്നാൽ താൻ വിജയിച്ചുവെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഡോക്ടർ ഫെർഗൂസൺ വിസ്കി കുപ്പി തുറന്ന് ഗ്ലാസുകളിൽ വിസ്കി പകർന്നു. അതിനുശേഷം ഐസ് തുണ്ടുകൾ എടുത്ത് വിസ്കിയിൽ ഇട്ടു. ഡോക്ടർ ഫെർഗൂസൺ തന്നെ വിസ്കി ഗ്ലാസ് എടുത്ത് ഡോക്ടർ വർമ്മയ്ക്ക് കൊടുത്തു. ഡോക്ടർ വർമ്മ അല്പം വിസ്കി അകത്താക്കി. എന്നാൽ ഡോക്ടർ ഫെർഗൂസൺ വെറുതെ ഇരുന്നതേയുള്ളൂ. എന്താ ഡോക്ടർ കഴിക്കാത്തത്? വർമ്മ ചോദിച്ചു. ഇന്നിനി ഇല്ല, ഡോക്ടർ പറഞ്ഞു. കുറെ സമയം സംസാരിച്ചിരുന്ന ശേഷം വർമ്മ എണീറ്റു. ഈ ബംഗ്ലാവ് ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. വർമ്മ പറഞ്ഞു. അതിനെന്താ, വരാമല്ലോ. ഡോക്ടർ നടന്നു. വർമ്മ പിന്തുടർന്നു. ചില മുറികളും കയറി ഇറങ്ങി. അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം കട്ടിലിൽ കിടക്കുന്ന ഒരു കയ്യുറ കണ്ടു. അതിൽ രക്തം പുരണ്ടിരിക്കുന്നു. ഡോക്ടർ കാണാതെ വർമ്മ അതെടുത്തു പോക്കറ്റിൽ ഇട്ടു. അവിടെ നിന്നും മടങ്ങി വന്നു. അദ്ദേഹം രക്തം ചുരുട്ടിയെടുത്തു. മൈക്രോസ്കോപ്പിൽ കൂടി പരിശോധിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. ഭാഗം 20. ഡോക്ടർ വർമ്മ വീണ്ടും വീണ്ടും നോക്കി. മൈക്രോസ്കോപ്പിൽ അദ്ദേഹം കണ്ടതെന്താണ്? ചെന്നായിയുടെ രക്തം. ഉടൻ തന്നെ അദ്ദേഹം ട്രീസയുടെ രക്തം പിടിപ്പിച്ച സ്ലൈഡ് എടുത്തു വെച്ച് പരിശോധിച്ചു. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു മനുഷ്യന് ചെന്നായിയുടെ രക്തം എങ്ങനെയാണ് ഉണ്ടാവുക? ഡോക്ടർ വർമ്മ ചിന്തിച്ചു നോക്കി. ഒരു എത്തും പിടിയും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ചിന്തയോടെ അദ്ദേഹം ടെലിഫോൺ എടുത്ത് ഡോക്ടർ വില്യം ജോർജിന് ഫോൺ ചെയ്തു. മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി വിഭാഗത്തിൽ തലവനാണ് ഡോക്ടർ വില്യം ജോർജ്. അദ്ദേഹം സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. എന്താണ് എന്നുള്ള വിവരം മുൻകൂട്ടി പറയാതെ താൻ ഉടൻ തന്നെ വില്യമിന്റെ ഗവേഷണശാലയിലേക്ക് വരുന്നതായി വർമ്മ ഫോണിൽ കൂടി അറിയിച്ചു. വളരെ സന്തോഷത്തോടെ വില്യം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഉടൻ തന്നെ ഡോക്ടർ വർമ്മ ട്രീസയുടെയും ഡോക്ടർ ഫെർഗൂസന്റെയും രക്തം ഭദ്രമായി വെച്ച് അതുമായി കാറിൽ കയറി. മണി രാത്രി 8 കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ കാര്യം അറിയണമെന്നുള്ള ഒരു വാശിയിൽ ആയതുകൊണ്ടാണ് വർമ്മ രാത്രിയിൽ തന്നെ തിരിച്ചത്. ഗേറ്റ് കടന്ന് കാർ മുന്നോട്ട് പാഞ്ഞു. പുറത്ത് നിലാവ് പെയ്യുന്നുണ്ട്. കാറിന്റെ ഹെഡ്ലൈറ്റ് തെളിയിച്ചിട്ടും അതിന്റെ പ്രകാശം റോഡിൽ പതിയാത്ത വിധത്തിലുള്ള വെളിച്ചം റോഡിൽ ഉണ്ടായിരുന്നു. ഏകദേശം 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കാണും. ഡോക്ടർ വർമ്മയുടെ മുഖത്ത് ഒരു സംശയം. കാറിന്റെ വേഗത വർദ്ധിക്കുന്നത് പോലെയാണ് തോന്നിയത്. സ്പീഡോമീറ്ററിൽ നോക്കി. സൂചി 80 കടക്കുന്നു. അത്രയും വേഗത്തിൽ ഒരിക്കൽ പോലും ഡോക്ടർ വർമ്മ ഡ്രൈവ് ചെയ്തിട്ടില്ല. പണ്ടൊരിക്കൽ ഒരു ആക്സിഡന്റ് ഉണ്ടായതിൽ പിന്നെ അദ്ദേഹം 40-നും 50-നും മധ്യയാണ് കാർ ഓടിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ വേഗത വർദ്ധിച്ചിരിക്കുന്നു. അതേസമയം ആക്സിലേറ്ററിൽ കാൽ അമർത്തിയിട്ടുമില്ല. കാർ അതിവേഗം പായുകയാണ്. ഡോക്ടർ വർമ്മ കാൽ പതുക്കെ അയച്ചു. സാധാരണഗതിയിൽ സ്പീഡോമീറ്ററിൽ സൂചി പിന്നോട്ട് നീങ്ങേണ്ടതിന് പകരം അത് മുന്നോട്ട് പോകുകയാണ് ചെയ്തത്. അപ്പോഴേക്കും 90 കഴിഞ്ഞു. ഡോക്ടർക്ക് ഭയമായി. കാർ നിയന്ത്രണമിട്ട് പായുകയാണ്. വളവുകൾ സീൽക്കാര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തിരിയുന്നു. ഇനി എന്താണ് വഴി? അദ്ദേഹം ചിന്തിച്ചു. ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്ത് ബ്രേക്കിൽ അമർത്തി. പക്ഷേ ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടെ ഡോക്ടർ വർമ്മയുടെ സപ്തനാഡികളും തളർന്നുപോയി. അടുത്ത വളവും ഒരു വിധത്തിൽ പിന്നിട്ടു. ഇനിയുമുള്ള ഒരു വളവ് കൂടി കഴിഞ്ഞാൽ നേരെയുള്ള റോഡാണ്. ഡോക്ടർ വർമ്മ ആ വളവിന്റെ അടുത്തെത്തി. പെട്ടെന്ന് വളവിൽ ഒരു ഡിം ബ്രൈറ്റ് തെളിഞ്ഞു. അപ്പുറത്തു നിന്ന് ഒരു വാഹനം വരുന്നുണ്ട്. വർമ്മയും ഡിം ബ്രൈറ്റ് കാണിച്ചു. പക്ഷേ ആ പാണ്ടിലോറി വളവിനടുത്ത് പാഞ്ഞു വന്ന് കഴിഞ്ഞു. ഒറ്റയിടി. കാറിന്റെ മുൻവശം വർമ്മയുടെ മാറിൽ പതുക്കെ ഇടിച്ചു. അതുകൊണ്ടും അവസാനിച്ചില്ല. വർമ്മയുടെ കാർ വലതുവശത്തുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. 4 കർണം മറിഞ്ഞ് താഴെയെത്തി. നേരെ കിടന്ന കാറിൽ നിന്ന് വർമ്മ പതുക്കെ സ്റ്റിയറിംഗിന്റെ ഇടയിൽ നിന്ന് പിന്നോട്ട് ചാടാൻ ഭാവിച്ചു. ഭാഗ്യത്തിന് തനിക്ക് രക്ഷപ്പെടാമെന്നുള്ള ആശ വർമ്മയ്ക്കുണ്ടായി. അദ്ദേഹം സർവശക്തിയും ഉപയോഗിച്ച് ഡോർ തുറക്കുവാൻ ഭാവിച്ചു. പെട്ടെന്ന് മുൻവശത്തും തകർന്ന ചില്ലിന്റെ ഇടയിൽ കൂടി ഒരു കൈ അകത്തേക്ക് പാഞ്ഞു വന്നു. വർമ്മയുടെ കഴുത്തിൽ പിടുത്തമിട്ടു. ആ കൈ വർമ്മയെ പൊട്ടിയ ചില്ലിനിടയിൽ കൂടി വലിച്ചെടുത്ത് വെളിയിൽ നിർത്തി.
എന്നെ മനസ്സിലായോ? ആ രൂപം ചോദിച്ചു. ഡോക്ടർ ഫെർഗൂസൺ. വർമ്മയുടെ നാവ് ചലിച്ചു. എന്നെ മനസ്സിലായല്ലോ? ഫെർഗൂസൺ ചോദിച്ചു. അതിനുള്ള മറുപടി പറയുന്നതിനു മുമ്പ് ഫെർഗൂസന്റെ കൈ വർമ്മയുടെ കഴുത്തിനെ ഞെരിച്ചു. അയാളുടെ ശരീരം നിശ്ചലമായപ്പോൾ ഫെർഗൂസൺ ആ ജഡമെടുത്ത് കാറിന്റെ ഉള്ളിൽ തള്ളിക്കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് സാധാരണ മട്ടിൽ മുകളിലേക്ക് ഒരു പല്ലി കയറി പോകുന്നത് പോലെ കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടിൽ കൂടി അയാൾ റോഡിൽ കയറി. ഒരു കാർ അകലെ നിന്ന് പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. കൈ കാണിച്ച് കാർ നിർത്തി. ഓടിച്ചുകൊണ്ടുവന്നിരുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. ആരാണ് മനസ്സിലായില്ലല്ലോ? ആ സ്ത്രീ ചോദിച്ചു. ഡോക്ടർ വർമ്മ. എന്റെ കാർ ഇവിടെ ഒന്നും മറിഞ്ഞു. സാരമില്ല, നാളെ എടുക്കാം. ഒരു ലിഫ്റ്റ് തരണം. ഫെർഗൂസൺ പേരുമാറ്റി പറഞ്ഞു. ഡോക്ടർ വർമ്മ, സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ഞാൻ കേട്ടിട്ടുണ്ട്. കയറിക്കോളൂ. ആ സ്ത്രീ മുൻവശത്തെ ഡോർ തുറന്നു കൊടുത്തു. ആരാണ് മനസ്സിലായില്ലല്ലോ? ഡോക്ടർ ഫെർഗൂസൺ ചോദിച്ചു. ഞാനും ഒരു ഡോക്ടറാണ്, രമണി. ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റാണ്. അവർ പറഞ്ഞു. ഈ രാത്രിയിൽ വല്ല പ്രസവം നടന്നു? ഫെർഗൂസൺ ചോദിച്ചു. അത് കഴിഞ്ഞ് മടങ്ങുകയാണ്. സിസേറിയൻ ആയിരുന്നു അല്ലേ? ഫെർഗൂസൺ ചോദിച്ചു. അതെങ്ങനെ ഡോക്ടർക്ക് മനസ്സിലായി? അല്ല, ഇപ്പോൾ സിസേറിയൻ ഒരു ഫാഷനായി തീർന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് കേട്ട് രമണി ചിരിച്ചു. അല്ല, ഓപ്പറേഷൻ ഇത്ര മണിക്ക് തീരുമെന്ന് വല്ല ഉറപ്പും വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ? ഫെർഗൂസൺ ചോദിച്ചു. ഇല്ല, അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. എന്താണ് അങ്ങനെ ചോദിച്ചത്? രമണി തിരക്കി. അതുകൊണ്ടല്ല, എന്റെ ക്വാർട്ടേഴ്സിൽ അല്പസമയം കഴിഞ്ഞിട്ട് പോകാം. ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ? ഡോക്ടർ ഫെർഗൂസൺ പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ. ഡോക്ടറുടെ വീടും കാണാമല്ലോ. കാർ നേരെ ഡോക്ടർ വർമ്മയുടെ ക്വാർട്ടേഴ്സിലേക്കാണ് വിട്ടത്. അവിടെ വർമ്മ മാത്രമാണ് താമസിക്കുന്നതെന്ന് ഫെർഗൂസണ് അറിയാമായിരുന്നു. ഗേറ്റ് കടന്ന് കാർ മുറ്റത്ത് കടന്നു. ഫെർഗൂസൺ തന്നെ ഗേറ്റ് പൂട്ടി. ഡോക്ടർ വർമ്മയുടെ വാതിൽ പൂട്ടിയിരുന്നു. അതുകൂടാതെ ചെറിയ ഓടാമ്പൽ കൊണ്ട് മറ്റൊരു താഴെ കൂട്ടിയിട്ട് ബന്ധിച്ചിരിക്കുന്നു. ഫെർഗൂസൺ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടർ രമണി കാറിനുള്ളിൽ എന്തോ തിരയുകയായിരുന്നു. ആ തക്കത്തിന് ഫെർഗൂസൺ താഴിൽ പിടിച്ച് പതുക്കെ ഒന്ന് ചലിപ്പിച്ചു. എന്ന ശബ്ദത്തോടെ താഴ് തുറക്കപ്പെട്ടു. അത് കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് ബോൾ പെൻ എടുത്തു. അതിന്റെ റൈഫിൽ ഊരിയെടുത്തു. താക്കോൽ ദ്വാരത്തിലിട്ട് ഒന്നമർത്തി. അകത്ത് ഒരു ശബ്ദം ഉണ്ടായി. വാതിൽ തുറന്നു. ഡോക്ടർ ഫെർഗൂസൺ വാതിൽ തുറന്ന് അകത്ത് കയറി. ആദ്യം അയാൾ നേരെ പോയത് ഡോക്ടർ വർമ്മയുടെ പരീക്ഷണ മുറിയിലേക്ക് ആയിരുന്നു. മുറിയിലെ ലൈറ്റ് തെളിച്ചു. ഫെർഗൂസൺ അവിടെയെല്ലാം പരിധി നോക്കി. തന്റെ രക്തം പുരണ്ട ഗ്ലൗസ് അവിടെ അയാൾ കണ്ടെത്തി. പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് ലൈറ്റർ എടുത്ത് ഗ്ലൗസിന് തീ കൊടുത്ത് അത് കത്താൻ തുടങ്ങിയപ്പോൾ മുറിയുടെ മൂലയിൽ ഇട്ടു. ഈ സമയം ഡോക്ടർ രമണി കയറി വന്നു. ഞാൻ മുഖസ്തുതി പറയുകയല്ല. ഡോക്ടർ രമണി സുന്ദരിയാണ്, നല്ല ആകാരഭംഗി. ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്, വെറും ഡോക്ടർ വർമ്മയല്ല. ഫെർഗൂസൺ പറഞ്ഞു. എങ്കിൽ എന്റെ പടം വരയ്ക്കണം, രമണി പറഞ്ഞു. ഡോക്ടർ ഫെർഗൂസൺ മനഃപൂർവ്വമാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഡോക്ടർ വർമ്മയുടെ മുറിയിൽ ഒരു ഡ്രോയിങ് ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ആരുടെയോ തുടങ്ങിവെച്ച ഒരു സ്കെച്ചും കാണപ്പെട്ടു. എങ്കിൽ വരച്ചോളൂ. ഡോക്ടർ രമണി തയ്യാറായി. ഫെർഗൂസൺ ചുരുട്ടി വെച്ചിരുന്ന ഒരു ഡ്രോയിങ് പേപ്പർ എടുത്തു. ഡ്രോയിങ് ബോർഡിൽ നിവർത്തി വെച്ച് പിൻകുത്തി. അതിനുശേഷം പെൻസിൽ എടുത്തു. പക്ഷേ ഒരു കാര്യം, ഞാൻ വസ്ത്രങ്ങളുടെ ഫോട്ടോ വരയ്ക്കാറില്ല. മനുഷ്യന്റെ ഫോട്ടോയെ വരയ്ക്കുകയുള്ളൂ. ഡോക്ടർ രമണി ഒന്ന് മടിച്ചു. അതിനുശേഷം വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു. ഡോക്ടർ രമണി നഗ്നയായി ഫെർഗൂസന്റെ മുന്നിൽ നിന്നു. അയാൾ അവളുടെ ചിത്രത്തിന്റെ സ്കെച്ച് കടലാസിൽ നിമിഷം കൊണ്ട് ഇട്ടു. ശേഷം പെയിന്റ് എടുത്തു. വളരെ വേഗത്തിലാണ് അയാളുടെ കൈകൾ പ്രവർത്തിച്ചത്. 30 മിനിറ്റ് കൊണ്ട് ഫെർഗൂസൺ രമണിയുടെ ചിത്രം വരച്ചു തീർത്തു കഴിഞ്ഞു. ഇനി ഇതിനുള്ള പ്രതിഫലമാണ് എനിക്ക് വേണ്ടത്. അയാൾ രമണിയുടെ അടുത്ത് ചെന്ന് അവളെ ഇരുകൈകളും കൊണ്ട് ഒരു കൊച്ചുകുഞ്ഞിനെ എന്നതുപോലെ എടുത്തുകൊണ്ടുപോയി കട്ടിലിൽ കമിഴ്ത്തി കിടത്തി. ഫെർഗൂസന്റെ കൈവിരലുകൾ ഡോക്ടർ രമണിയുടെ ചുമലിൽ കൂടി പാഞ്ഞു നടന്നു. അവളുടെ സിരകളിൽ കൂടി വികാരത്തിന്റെ വേലിയേറ്റം പരന്നൊഴുകി. ഫെർഗൂസന്റെ നിശ്വാസം ഡോക്ടർ രമണിയുടെ കഴുത്തിന് പിന്നിൽ ഇടവിട്ട് പതിഞ്ഞു. അവൾ ഞെളിപിരി കൊണ്ടു. ഒരു മൃഗത്തിന്റെ ആവേശം അയാളിൽ അവൾ കണ്ടു. രാത്രി മണി 12 കഴിഞ്ഞു. ഡോക്ടർ രമണി കാറിൽ യാത്രയായി. കൂടെ ഡോക്ടർ ഫെർഗൂസണും ഉണ്ടായിരുന്നു. അയാൾ വഴിക്ക് ഇറങ്ങി. രാവിലെ വളരെ വൈകിയാണ് ഡോക്ടർ രമണി ഉണർന്നത്. അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അവൾ അറിഞ്ഞു. തുടരും. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും അമർത്തണേ. ഞാൻ നിങ്ങളുടെ മിഥുൻ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്ങാതിമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.